തുലാവർഷത്തിന് മുന്നോടിയായി സംസ്ഥാനത്ത് മഴ ശക്തം. അടുത്ത 3 മണിക്കൂറിലെ നൌകാസ്റ്റ് പ്രകാരം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരത്ത് രാവിലെ മുതൽ ശക്തമായ മഴയുണ്ട്. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേർന്നു. സാരംഗ്, തുലാവർഷം തുടങ്ങിയിരിക്കുന്നു, മഴ കനക്കും. തിരുവനന്തപുരത്തടക്കം കനത്ത മഴയാണല്ലേ? തീർച്ചയായും ഭവ്യ, ഇന്ന് രാവിലെ തൊട്ട് തന്നെ തലസ്ഥാനത്തടക്കം കനത്ത മഴയാണ്. കാരണം ഈ ഒരു നഗരപ്രദേശത്തിലടക്കം ഇത്തരത്തിലൊരു മഴ കാരണം ചില ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഓറഞ്ച് അലേർട്ടാണ് തിരുവനന്തപുരത്തടക്കമുള്ളത്. 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം എന്നീ ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് ഈ നൌകാസ്റ്റിന് പ്രകാരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനുശേഷം മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും ഉണ്ട്. പക്ഷേ ഈ തെക്കൻ ജില്ലകളിലാണ് കൂടുതലായിട്ട്. ഇപ്പോൾ തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ കനത്ത മഴ പെയ്യുന്നുണ്ട്. മാത്രമല്ല, കാറ്റിനും, അതായത് 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. മത്സ്യബന്ധനത്തിനടക്കം പോകുന്നവർ അതീവ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശമടക്കമുണ്ട്. ഇനി ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദവും അതേപോലെ തന്നെ ചക്രവാത ചുഴിയും രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 20-ാം തീയതി വരെ കനത്ത മഴ തുടരാൻ സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട മഴയാണെങ്കിലും മഴയുടെ അതായത് മഴ ഇത്തരത്തിലോ കൂടിയ വെള്ളമുള്ള മഴയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച മുന്നേ പെയ്ത ഒരു മഴയിൽ തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിരുന്നു. അപ്പോൾ പൊഴി മുറിച്ചതിന് ശേഷമാണ് ഈ വെള്ളക്കെട്ട് കുറഞ്ഞതും തുടർന്ന് മഴ കുറയുകയും ചെയ്യുകയായിരുന്നു. ഇത്തവണ അത്തരത്തിലൊരു സാഹചര്യം നേരിടാൻ ഈ തദ്ദേശ വകുപ്പും മറ്റ് കോർപ്പറേഷനും എല്ലാം തയ്യാറായി കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റ് ജില്ലകളിലെയും സാഹചര്യം ഇതേപോലെ തന്നെയാണ്. പക്ഷേ മഴ ഇത്തരത്തിൽ 3 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഇത്തരത്തിൽ തുലാവർഷം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് വരുന്ന ദിവസങ്ങളിലും മഴ കനക്കുമെന്നാണ് സൂചന. ഭവ്യ, സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. മഴയെ തുടർന്ന് പുനലൂരിലെ മലയോര മേഖലയിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ സുരക്ഷിതരല്ലെന്ന് റിപ്പോർട്ട്. ജിയോളജി വകുപ്പ് അധികൃതർ നടത്തിയ പരിശോധനയിലാണ് വീണ്ടും മണ്ണിടിച്ചിലിനുള്ള സാധ്യതാ മുന്നറിയിപ്പ് നൽകിയത്. പച്ചയിൽ കുന്നിന്റെ അടിവാരത്ത് താമസിക്കുന്ന 5ഓളം കുടുംബങ്ങളെ ഉടൻ മാറ്റിപ്പാർപ്പിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി. അടിവാരത്ത് നിന്നും 500ഓളം അടി ഉയരത്തിൽ ഉരുൾപൊട്ടിയ ഭാഗത്ത് ഇപ്പോഴും മണ്ണിടിഞ്ഞ നിലയിലാണെന്നും മുകളിലെ മണ്ണ് വേണ്ടത്ര ഉറപ്പില്ലാത്തതാണെന്നും പരിശോധനയ്ക്ക് ശേഷം ജിയോളജി വകുപ്പ് അധികൃതർ ചൂണ്ടിക്കാട്ടി. ഈ പശ്ചാത്തലത്തിലാണ് അടിവാരത്തെ താമസക്കാരെ താൽക്കാലികമായെങ്കിലും മാറ്റിപ്പാർപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. പച്ചയിൽ കുന്നിന്റെ മുകളിൽ സ്വകാര്യ റബ്ബർ തോട്ടത്തിലാണ് ഉരുൾപൊട്ടലുണ്ടായത്. കൃഷിജോലികൾ ചെയ്തുവരുന്ന അതിഥി തൊഴിലാളികൾ താമസിച്ചു വരുന്ന പ്രദേശത്തായിരുന്നു വെള്ളപ്പാച്ചിൽ. തലനാരിടയ്ക്കാണ് ഇവിടെ താമസിച്ചിരുന്ന കുടുംബങ്ങൾ രക്ഷപ്പെട്ടത്. വെള്ളപ്പാച്ചിലിൽ വീടുകളിൽ വെള്ളം കയറുകയും പശുത്തൊഴുത്തടക്കം നശിക്കുകയും ചെയ്തു. ഉരുൾപൊട്ടിയതിനെ തുടർന്നുണ്ടായ വെള്ളപ്പാച്ചിലിൽ മലയിലും അടിവാരത്തുമായി 1 കിലോമീറ്ററോളം ദൈർഘ്യത്തിലാണ് കൃഷി നശിച്ചത്. എത്രയധികം വിള നശിച്ചിട്ടുണ്ടെന്നുള്ള കൃത്യമായ കണക്ക് തിട്ടപ്പെടുത്താനായിട്ടുമില്ല. നമുക്ക് എങ്ങോട്ടും പോകാനുള്ളൊരു സൗകര്യമില്ല. അതാണ്, മഴയോ കാര്യങ്ങളോ വന്നാൽ നമുക്ക് പോകാനൊരു മാർഗമില്ല. ഭയങ്കര ശക്തിയോട്ടാണ് വരുന്നത്. എത്ര പേരാ നിങ്ങൾ ഈ വീട്ടില്? ഞങ്ങൾ ഈ വീട്ടിൽ കുട്ടികൾ എത്ര പേരുണ്ട്? കുട്ടികൾ 3 പേര്, 4 പേര്. തീരെ പ്രായം കുറഞ്ഞ കൊച്ചു എത്ര വയസ്സ്? കുഞ്ഞുങ്ങൾ 2 വയസ്സുള്ള കുഞ്ഞുങ്ങൾ. മഴ കനത്താൽ വീണ്ടും മണ്ണിടിയുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ കഴിയുന്നത്. ന്യൂസ് 18 പുനലൂർ. കോഴിക്കോട് സൗത്ത് ബീച്ചിൽ ഉൾവലിഞ്ഞ കടൽ പലയിടത്തും പൂർവ്വസ്ഥിതിയിലേക്ക്. എന്നാൽ കോർപ്പറേഷൻ ഓഫീസിന്റെ എതിർവശത്തടക്കം ചിലയിടങ്ങളിലും ഇപ്പോഴും ഉൾവലിഞ്ഞ നിലയിൽ തന്നെയാണ് കടലുള്ളത്.